വർഷങ്ങൾക്ക് ശേഷം ജയിലിൽ നിന്നിറങ്ങുന്ന നായകൻ റിലീസായി എന്നറിഞ്ഞതോടുകൂടി നായകന്റെ ഗ്രാമത്തിലുള്ള ഒരുപാട് പേർ പേടിക്കുവാനായും തുടങ്ങി. നായകന്റെ കഥ കഴിക്കുന്നതിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് കുറെ പേർ. അതിനു വേണ്ടിയിട്ട് നായകൻ എന്ത് തെറ്റാണ് ചെയ്തത്, നായകന് പിന്നിലെ കഥ എന്താണ് എന്നൊക്കെ അറിയണ്ടേ? എങ്കിൽ നമുക്ക് 2026 റിലീസായ ലെനിൻ എന്ന തെലുങ്ക് സിനിമയുടെ കഥ നോക്കിയാലോ? വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്തേക്കാനും കമന്റ് സെക്ഷനിലെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്തേക്കാനും മറക്കരുതേ. എങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. കഥ ആരംഭിക്കുമ്പോൾ ഒരു ഗ്രാമവും ആ ഗ്രാമത്തിലെ ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്നതും കാണിച്ചുകൊണ്ടാണ്. ഉത്സവം നടക്കുന്ന സ്ഥലത്തേക്ക് ചെറിയൊരു പയ്യൻ വരുന്നു. അതാണ് നമ്മുടെ കഥാനായകൻ. ആ പയ്യന് നന്നായിട്ട് വിശക്കുന്നുണ്ട്. അവൻ അന്നദാനം എപ്പോൾ നടക്കുമെന്ന് അവിടുത്തെ തിരുമേനിയോട് ചോദിക്കുമ്പോൾ ഇവിടെ രണ്ട് ചേരിയായിട്ട് തിരിഞ്ഞിട്ടുണ്ട്. അതിലാരാണ് കൊടി നാട്ടുന്നത്, അപ്പോഴായിരിക്കും ഇവിടെ അന്നദാനം നടക്കുന്നതെന്നുള്ള കാര്യമാണ് തിരുമേനി പറഞ്ഞത്. ആരായിരിക്കും കൊടി നാട്ടേണ്ടത് എന്നുള്ള രീതിയിൽ രണ്ട് ടീമും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം നമ്മുടെ കുട്ടിപ്പയ്യന് നല്ല വിശപ്പാണല്ലോ. അവൻ ഉടനെ തന്നെ ഓടിപ്പോയി ആ കൊടിയെടുത്തുകൊണ്ട് വന്ന് അമ്പലത്തിന്റെ മുകളിലായിട്ട് കുത്തുന്നു. അതോടുകൂടി മഴ പെയ്യുവാനായും ആരംഭിച്ചു. പക്ഷേ അത് കാണുന്ന എല്ലാവരും പ്രശ്നമുണ്ടാക്കുമെന്ന് കരുതിയാൽ പക്ഷേ ഇല്ല. മഴ പെയ്തതോടുകൂടി എല്ലാവർക്കും സന്തോഷമാവുകയും ആകാശത്തേക്ക് നോക്കി എല്ലാവരും ദൈവത്തെ വണങ്ങുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇത് ആ നാട്ടിൽ തന്നെയുള്ള ജയന്തി അമ്മ എന്നൊരു സ്ത്രീ അറിയുകയാണ്. ആരാ കൊടിനാട്ടിയതെന്ന് ചോദിക്കുമ്പോൾ ദേ ആ പയ്യനാണെന്ന് ജനങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. അവർ ഉടനെ തന്നെ അവനടുത്തേക്ക് വരികയാണ്. എന്താ നിന്റെ പേരെന്ന് ചോദിക്കുമ്പോൾ ലെനിൻ എന്നവൻ മറുപടി പറയുന്നു. സത്യത്തിൽ ലെനിൻ അച്ഛനും അമ്മയും ആരും തന്നെയില്ല. അവനൊരു അനാഥ പയ്യനാണ്. അത് മനസ്സിലാക്കിയ ജയന്തിയമ്മ നിനക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് നന്നായിട്ട് വിശക്കുന്നു, എനിക്ക് ആഹാരം വേണമെന്നും ലെനിൻ ജയന്തിയമ്മയോട് ആവശ്യപ്പെടും. ജയന്തിയമ്മ തന്റെ മകനായ വസന്തിനോട് ലെനിന് കഴിക്കുവാനായിട്ടുള്ള ആഹാരം കൊടുക്കുവാനായും പറയുന്നു. അന്നു മുതൽ ലെനിനെ വളർത്തുന്നത് ജയന്തിയമ്മയാണ്. സ്വന്തം മകനെ പോലെയാണ് ജയന്തിയമ്മ ലെനിനെ കാണുന്നത്. ആ സീൻ അവിടെ കട്ടായി വർഷങ്ങൾക്ക് ശേഷമാണ് കാണിക്കുന്നത്. ലെനിൻ ഇപ്പോൾ ജയിലിൽ കിടക്കുക. ലെനിന്റെ നല്ല നടപ്പ് കാരണം അവനിപ്പോൾ ജയിലിൽ നിന്ന് പുറത്തുവിടുവാനായി പോവുകയാണ്. എല്ലാം ഏർപ്പാടാക്കി വെച്ചിട്ട് ജയിലറാണെങ്കിൽ തന്റെ വീട്ടിൽ ഒരു ഫംഗ്ഷൻ നടക്കുന്നത് കൊണ്ട് അവിടേക്കും പോയിരിക്കുന്നു. എന്നാൽ റിലീസാകുവാനായി പോകുന്ന ലെനിനോട് അവിടെയുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ നീ ജയിലിലുള്ളവർക്ക് എല്ലാവർക്കും മഹാഭാരത കഥ പറഞ്ഞു കൊടുത്തല്ലോ, പക്ഷേ എന്തുകൊണ്ടാ അത് കംപ്ലീറ്റ് ആക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പുറത്തിറങ്ങിയിട്ട് വേണം അത് കംപ്ലീറ്റ് ആക്കാൻ എന്നാണ് ലെനിന്റെ മറുപടി. ഒപ്പിട്ട് കഴിഞ്ഞതും ലെനിൻ അവിടെ നിന്ന് പോകുന്നു. ലെനിൻ പോയി കുറേ കഴിഞ്ഞതും ജയിലർ അവിടേക്ക് വരികയാണ്. ജയിലറിനോട് കോൺസ്റ്റബിൾ സാറേ, അവൻ പറഞ്ഞത് മഹാഭാരത കഥ അവൻ പുറത്തിറങ്ങിയിട്ടാണ് കംപ്ലീറ്റ് ആകാൻ പോകുന്നതെന്നാണ്. അപ്പോൾ എന്തോ നടക്കാൻ സാധ്യതയുണ്ടെന്നുള്ള കാര്യം കോൺസ്റ്റബിൾ പറയുന്നു. അത് കേൾക്കുന്ന ജയിലറാണെങ്കിൽ ഉടനെ തന്നെ അവന്റെ സെല്ലിലേക്ക് പോകും. അവിടെ അവനാണെങ്കിൽ കുറേ ചിത്രങ്ങൾ വരച്ചു വെച്ചിട്ടുണ്ട്. ലെനിൻ തന്റെ ജീവിതത്തിൽ നടന്ന പ്രശ്നങ്ങളൊക്കെയാണ് മഹാഭാരത കഥയായിട്ട് കൂടെയുള്ളവർക്ക് പറഞ്ഞു കൊടുത്തതും. ഇനി പുറത്തിറങ്ങിയതിനു ശേഷം താൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ചിത്രമായിട്ട് അവൻ വരച്ചു വെച്ചിട്ടുണ്ട്. എന്തോ നടക്കാൻ പോവുകയാണെന്ന് ജയിലറിന് മനസ്സിലായി. അപ്പോൾ ഈ ലെനിനെ കൂട്ടിക്കൊണ്ടു പോകുവാനായിട്ട് ആരാ വന്നതെന്ന് കോൺസ്റ്റബിളിനോട് ചോദിക്കുമ്പോൾ അതവന്റെ ഏറ്റവും പ്രിയപ്പെട്ട നായ്ക്കുട്ടിയാണ് വന്നതെന്നായിരുന്നു കോൺസ്റ്റബിൾ മറുപടി പറയുന്നത്. അങ്ങനെ ലെനിനാണെങ്കിലോ തന്റെ നായ്ക്കുട്ടിക്കൊപ്പം ഗ്രാമത്തിലേക്കും എത്തുന്നു. അവൻ ആ അമ്പലത്തിന് മുന്നിൽ ചെന്ന് നിന്നിട്ട് മണ്ണിൽ തൊട്ട് തൊഴുവുകയും ചെയ്യുന്നു. അതിനുശേഷം നേരെ ബാറിലേക്കാണ് പോകുന്നത്. അതേസമയം ജയിലറാണെങ്കിൽ ലെനിന്റെ നാട്ടിലുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് ലെനിനെ സംബന്ധിച്ച കേസിന്റെ ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കുവാനായിട്ടും ആവശ്യപ്പെടുന്നു. എന്തോ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളത് പോലീസ് ഉദ്യോഗസ്ഥന്റെ മനസ്സ് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അതേസമയം ലെനിൻ ബാറിലെത്തിയിട്ടുണ്ട്. എന്നാൽ ബാറിലിരിക്കുന്ന ലെനിനെ കാണുമ്പോൾ ഒരുപാട് പേർ പേടിക്കുകയും ഒക്കെ ചെയ്യും. ഇതവിടെ നിൽക്കുന്ന ചെറിയൊരു പയ്യൻ കാണുന്നു. ചേട്ടാ, ആരായി വന്നിരിക്കുന്നതെന്ന് ബാറിന്റെ ഓണറിനോട് ചോദിക്കുമ്പോൾ അവൻ ലെനിൻ എന്നുള്ള കാര്യം പറയും. ലെനിൻ എന്ന പേര് കേട്ടതും ആ പയ്യൻ ഉടനെ തന്നെ ലെനിനടുത്തേക്ക് വരും. ചേട്ടാ, ചേട്ടന്റെ പേര് പറയുന്ന സമയത്ത് ചിലർ പറയുന്നത് ചേട്ടൻ ഈ നാട്ടിലുള്ള ആളല്ല എന്നാണ്. ചിലർക്കാണെങ്കിലോ ചേട്ടന്റെ പേര് കേൾക്കുമ്പോൾ പേടിയും. ചേട്ടന് സത്യത്തിൽ എന്താ സംഭവിച്ചത് എന്നുള്ള കാര്യം ആ പയ്യൻ ചോദിക്കുന്നു. അപ്പോഴാണ് ലെനിൻ തന്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്നും താൻ എന്തിനാണ് ജയിലിൽ പോയെന്നും ആ പയ്യനോട് തുറന്നു പറയുവാനായും ആരംഭിക്കുന്നത്. പണ്ട് കാലത്ത് ജയന്തിയമ്മയും ജയന്തിയമ്മയുടെ ഭർത്താവുമായിരുന്നു ആ നാട്ടിലെ പ്രധാനപ്പെട്ട ആളുകൾ. ആ നാട്ടിലെ ഉത്സവം തുടങ്ങി വെക്കുന്നത് തന്നെ ജയന്തിയമ്മയും ഭർത്താവും ചേർന്നാണ്. എന്നാൽ ഒരു ദിവസം ജയന്തിയമ്മയുടെ ഭർത്താവ് കാറിൽ വരുന്ന സമയത്ത് കാർ ഒരു ലോറിയുമായി കൂട്ടിയിടിച്ച് ജയന്തിയമ്മയുടെ ഭർത്താവ് മരണപ്പെട്ടു പോകുന്നു. അതോടുകൂടി ജയന്തിയമ്മ ആകെ തകർന്നു പോവുകയാണ്. ഉത്സവം തുടങ്ങി വെക്കുന്നത് ജയന്തിയമ്മയും ഭർത്താവും ചേർന്നല്ലേ.
അങ്ങനെ ഉത്സവം വരുന്ന സമയത്തും ജയന്തിയമ്മ വിട്ടുകൊടുക്കുവാനായിട്ട് തയ്യാറായില്ല. ഇത്തവണയും ഉത്സവം താൻ തുടങ്ങി വെക്കുമെന്ന് പറഞ്ഞ് എങ്ങനെയാണോ വിവാഹിതയായ സ്ത്രീ ഒരുങ്ങി വരുന്നത്, അതുപോലെ തന്നെയാണ് ജയന്തിയമ്മ ഒരുങ്ങി വരുന്നതും. തന്റെ മനസ്സിൽ എത്ര തന്നെ വേദനയുണ്ടെങ്കിലും അതെല്ലാം കടിച്ചു പിടിച്ചാണ് അവർ ഒരുങ്ങി വരുന്നത്. എന്നാൽ ഉത്സവം നടക്കുന്ന സമയത്ത് ധർമ്മരാജ എന്നൊരു പദവി കൊടുക്കുന്ന ചടങ്ങുണ്ട്. അത് നന്നായിട്ടൊക്കെ ഗ്രാമത്തിൽ പ്രവർത്തിക്കുന്ന നല്ല സ്വഭാവമുള്ള ആളുകൾക്ക് കൊടുക്കുന്നതാണ് ഈ ധർമ്മരാജ പട്ടം. വർഷത്തിൽ ഒരാൾക്ക് ആ ഒരു പദവി കൊടുക്കും. അവരുടെ വീടിന് മുന്നിൽ ധർമ്മരാജ എന്ന് എഴുതി വെക്കുകയും ചെയ്യും. എല്ലാവർക്കും ആ ഒരു പദവി കിട്ടുന്നതിനോട് വലിയ താല്പര്യവും അതിനു വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുമുണ്ട്. കൂട്ടത്തിൽ ജയന്തിയമ്മയുടെ ഒരു ബന്ധുവും അതിനു വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. രാജ എന്നാണ് അയാളുടെ പേര്. പക്ഷേ രാജയ്ക്ക് ധർമ്മരാജ പട്ടം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ജയന്തിയമ്മയ്ക്ക് ഒട്ടും തന്നെ താല്പര്യമേ ഇല്ല. നിനക്ക് ധർമ്മമില്ല, അതുകൊണ്ടാണ് ഈ പട്ടം നിനക്ക് തരാൻ എനിക്ക് താല്പര്യമില്ലാത്തത്. കുടിച്ചു നടക്കുന്നത് കൊണ്ടാണ് ജയന്തിയമ്മയ്ക്ക് അയാളെ ഒട്ടും ഇഷ്ടമല്ലാത്തത്. എന്നാൽ അയാൾക്ക് ആ ഒരു പദവി കൊടുക്കാത്തതിന്റെ ദേഷ്യവും ജയന്തിയമ്മയോടുണ്ടായിരുന്നു. ആ നാട്ടിലെ തന്നെ അത്യാവശ്യം നല്ല വ്യക്തിയാണ് നീലകണ്ഠൻ. നല്ല പ്രവൃത്തികളൊക്കെ കാഴ്ചവെക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഗ്രാമതലവനായിട്ടും തുടർന്നു പോവുകയാണ്. എന്നാൽ ഒരു നാട്ടിൽ നല്ലവനുണ്ടെങ്കിൽ ഒരു ചീത്തയായിട്ടുള്ള ഒരാളും കാണുമല്ലോ, ശകുനിയെ പോലൊരാൾ. അതാണ് ദാമോദരൻ എന്നൊരാൾ. എല്ലാവർക്കും പണി വെക്കുന്ന ഒരു സ്വഭാവവും അയാൾക്കുണ്ട്. മാത്രവുമല്ല ആ നാട്ടില് ലെനിന് കുറച്ച് കൂട്ടുകാരുമുണ്ട്. അവരാണ് ലെനിന്റെ ജീവനെന്ന് ലെനിൻ പറയുന്നുമുണ്ട്. അങ്ങനെ ഗ്രാമത്തില് ഉത്സവം വരികയാണല്ലോ. ഉത്സവത്തിന് കൊടിയുയർത്തണം. കൊടിയുയർത്തുവാനായി പോകുന്നത് നമ്മുടെ ലെനിനാണ്. ഗോപുരത്തിന് മുകളിൽ കൊടി നാട്ടിയ ഉടനെ തന്നെ ഇടിയോടുകൂടി മഴ പെയ്യുന്നു. മഴ പെയ്യുന്നത് കാണുമ്പോൾ ഗ്രാമവാസികൾക്കൊക്കെ ഒരുപാട് സന്തോഷമാകും. ദൈവം അനുഗ്രഹിക്കുന്നതാണെന്നാണ് അവരെല്ലാവരും കരുതപ്പെടുന്നത്. അതേസമയം തന്നെ ഉത്സവ സ്ഥലത്തായിട്ട് എംഎൽഎയുടെ ചെറിയ കട്ടൗട്ട് വെച്ചിരിക്കുന്നത് അവർ കാണുന്നു. എംഎൽഎയുടെ കട്ടൗട്ട് കാണുന്ന ജയന്തിയമ്മ എന്തിനാ ക്ഷേത്രത്തില് രാഷ്ട്രീയമൊക്കെ കൊണ്ടുവരുന്നത്, എത്രയും വേഗം ഇത് ഇളക്കി മാറ്റുവാനായിട്ടും ആവശ്യപ്പെടുന്നു. പക്ഷേ ഇത് എംഎൽഎയുടെ കൂട്ടാളികൾ കേൾക്കുന്നില്ല. അമ്പലത്തിൽ പൂവും പൊട്ടും വെച്ച് വന്ന് നിൽക്കുന്ന വിധവയായ സ്ത്രീയാണോ ഇനി ക്ഷേത്രത്തിൽ രാഷ്ട്രീയം കൊണ്ടുവരരുതെന്നൊക്കെ പറയുന്നതെന്ന് പറഞ്ഞ് അവരെ കളിയാക്കി ചിരിക്കുന്നു. എന്നാൽ ഇത് കേൾക്കുന്ന ലെനിന് വല്ലാതെ ദേഷ്യം വരികയാണ്. ലെനിനും ലെനിന്റെ കൂട്ടുകാരും ചേർന്ന് ആ ഒരു കട്ടൗട്ട് അവിടെ നിന്നും ഇളക്കി മാറ്റുന്നു. തന്റെ കൂടെ ഗ്രാമവാസികളുണ്ട് എന്ന ധൈര്യത്തിനാലാണ് ലെനിൻ അങ്ങനെ ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ ഗ്രാമവാസികളെ കണ്ട് പേടിച്ച് എംഎൽഎയുടെ കൂട്ടാളികൾ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. എംഎൽഎയോട് ഈ വിവരം വന്ന് പറയുകയാണ്. ഗ്രാമവാസികൾ അവനൊപ്പമുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നാണ് കൂട്ടാളികൾ പറയുന്നതും. എംഎൽഎക്ക് വല്ലാതെ ദേഷ്യം വരുന്നു. എംഎൽഎക്കാണെങ്കിലോ ലെനിനോടും ഗ്രാമവാസികളോടും നല്ല ദേഷ്യമുണ്ട്. ലെനിന്റെ കഥ കഴിക്കാമെന്ന് എംഎൽഎയുടെ കൂട്ടാളികൾ പറയുമ്പോൾ ഇലക്ഷന്റെ സമയമായി, അതുകൊണ്ട് അതൊന്നും വേണ്ട. എന്തായാലും രക്തം വീഴാൻ പാടില്ല എന്നുള്ളൊരു ഐതിഹ്യമുള്ള നാടാണല്ലോ അത്, കാണിച്ചു തരാമെന്നൊക്കെ എംഎൽഎ ചിന്തിക്കുന്നു. അങ്ങനെ ഉത്സവം നല്ല രീതിക്ക് നടക്കുകയാണ്. ഉത്സവം നടക്കുന്ന സമയം ഒരു പയ്യൻ വല്ലാതെ കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അത് കാണുന്ന ലെനിൻ എന്തിനാ നീ കരയുന്നെന്ന് ചോദിക്കുമ്പോൾ ഞാനൊരു ഐസ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, എന്നാൽ ഒരു പെണ്ണ് എന്റെ കയ്യിൽ നിന്നും അത് വാങ്ങിക്കൊണ്ടു പോയെന്ന് പറഞ്ഞാണ് കുട്ടി കരയുന്നത്. അതിനെന്താ, നീ വേറെ ഐസ് വാങ്ങുവാനായിട്ടും ലെനിൻ പറയുമ്പോൾ അവസാനത്തെ ഐസാ ഞാൻ വാങ്ങിയത്, എനിക്ക് ആ ഐസ് വേണമെന്ന് പറഞ്ഞ് കുട്ടി വല്ലാതെ കരയും. എങ്കിൽ വാ, ആ പെണ്ണിനെ പോയി നമുക്ക് കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞ് കുട്ടിയും കൂട്ടിക്കൊണ്ടു പോകുന്നു. അവളൊരു പച്ച കളർ ധാവണിയാണ് ധരിച്ചിരുന്നതെന്നും കുട്ടി പറയും. പച്ച കളർ ധാവണിയിട്ടിരുന്ന പെണ്ണിനെ അന്വേഷിച്ച് മേക്കപ്പ് റൂമിലേക്ക് എത്തും. അവിടുത്തെ ദുര്യോധനന്റെ ഗെറ്റപ്പിൽ ഒരാളിരിക്കുന്നു. അത് യഥാർത്ഥത്തിൽ നമ്മുടെ കഥാനായികയായ ഭാരതിയാണ്. ഭാരതിയാണ് ആ കുട്ടിയുടെ കയ്യിൽ നിന്നും ഐസ് പിടിച്ചു വാങ്ങി കഴിച്ചതും. വേഷം കെട്ടിയിരിക്കുന്ന ആളിനെയാണ് താൻ തിരക്കി വന്നതെന്നറിയാത്ത ലെനിൻ ആ ആളിനോട് തന്നെ ഭാരതിയെക്കുറിച്ച് അന്വേഷിക്കുന്നു. ഭാരതിയാണെങ്കിലോ തനിക്ക് അറിയില്ല എന്നാണ് പറയുന്നത്. എന്നാൽ ലെനിനാണെങ്കിൽ പയ്യനെയും കൂട്ടി ഭാരതിയെ അന്വേഷിച്ച് തന്നെ പോകും. അവനു പിന്നാലെ തന്നെ ഭാരതിയുണ്ടായിരുന്നു. അതേസമയം ആ പെൺകുട്ടിയെ കണ്ടുപിടിക്കാൻ പറ്റാത്തതിന്റെ ദേഷ്യത്തിൽ ആ പയ്യൻ തന്റെ കയ്യിലുണ്ടായിരുന്ന കളിപ്പാട്ടം എടുത്ത് ലെനിന്റെ നെറ്റിയിലേക്ക് എറിയുന്നു. നെറ്റിയിൽ വന്നുകൊണ്ട് ചോര പൊടിയുകയാണ്. തല കറങ്ങുന്ന ലെനിനാണെങ്കിൽ താഴേക്ക് വീഴുവാനായി പോകുമ്പോൾ അവന്റെ പിന്നാലെ വന്ന ഭാരതി അവനെ താങ്ങി നിർത്തുന്നു. അപ്പോഴേക്കും ലെനിന്റെ നെറ്റിയിൽ നിന്നും ചെറുതായിട്ട് രക്തത്തുള്ളി വന്ന് ഭാരതിയുടെ നെറ്റിയിൽ വീണ് ഒരു പൊട്ടുപോലെ ആകുന്നു. അപ്പോഴേക്ക് കാറ്റടിക്കുകയും ഭാരതിയുടെ മീശയെല്ലാം പോകുന്നു. അതോടുകൂടി അത് പെണ്ണാണെന്നുള്ള കാര്യം ലെനിന് മനസ്സിലായി. ലെനിൻ ആദ്യ കാഴ്ചയിൽ തന്നെ ഭാരതിയെ ഒരുപാട് ഇഷ്ടപ്പെടുന്നു. ഭാരതിക്കും ലെനിനോട് ചെറിയൊരു ക്രഷൊക്കെ തോന്നുകയാണ്. ഭാരതിക്ക് പെർഫോം ചെയ്യേണ്ട സമയം വന്നതുകൊണ്ട് തന്നെ അവൾ സ്റ്റേജിലേക്കും കയറും. ഭാരതിയുടെ പെർഫോമൻസ് ഒക്കെ നോക്കി നിൽക്കുകയാണ് ലെനിൻ. സത്യത്തിൽ ഈ ഭാരതി ഗ്രാമത്തലവനായ നീലകണ്ഠന്റെ മകളാണ്. നീലകണ്ഠന് രണ്ട് പെൺമക്കളുണ്ട്. അതിൽ ഇളയ മകളാണ് ഭാരതി.
അങ്ങനെ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞതും വീട്ടിലേക്ക് പോകുവാനായി നിൽക്കുകയായിരുന്നു ഭാരതി. ആര് തന്നെ വീട്ടിലേക്ക് കൊണ്ടാക്കുമെന്ന് അവൾ ചിന്തിക്കുന്നു. അച്ഛനാണെങ്കിലോ ക്ഷേത്രത്തിൽ നല്ല തിരക്കും. ഉടനെ തന്നെ നീലകണ്ഠൻ ലെനിനെ ഏർപ്പാടാക്കുന്നു. ലെനിനാണെങ്കിൽ ഭാരതിയുമായി പോവുകയാണ്. അവളെ സേഫായിട്ട് തന്നെ വീട്ടിലേക്ക് കൊണ്ടുവന്നാക്കും. അടുത്ത ദിവസം നോക്കുമ്പോൾ ഭാരതി തന്റെ സ്വർണ്ണ വളകളുമായി ഓടി വരികയാണ്. കുറച്ചുപേർ അവളെ ഫോളോ ചെയ്യുന്നുമുണ്ട്. എന്താ പ്രശ്നമെന്ന് ലെനിൻ ചോദിക്കുമ്പോൾ സ്വർണ്ണ വള വെച്ച് ചീട്ട് കളിച്ചു. എന്നിട്ട് അവൾ തോറ്റുപോയപ്പോഴോ ആ വള തിരികെ കൊടുക്കുവാനായിട്ട് തയ്യാറാകുന്നില്ല എന്ന് പറയും. എന്തിനാ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ആ വളയങ്ങ് കൊടുത്തേ. നീ എന്തായാലും കളിയിൽ തോറ്റതല്ലേ എന്ന് ലെനിൻ ചോദിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നീ എന്നെ ജയിപ്പിക്കുമോ എന്ന് ഭാരതി ലെനിനോട് ചോദിക്കുന്നു. അങ്ങനെ ലെനിനാണെങ്കിലോ ചീട്ട് കളിക്കുവാനായും ആരംഭിക്കുകയാണ്. ഓപ്പോസിറ്റ് ഇരിക്കുന്നതോ നാരദ സ്വഭാവമുള്ള ദാമോദരനും. ദാമോദരനുമായിട്ട് മത്സരിക്കുന്ന സമയത്ത് ദാമോദരൻ ജയിക്കുന്ന ഘട്ടത്തിലേക്ക് പോവുകയാണ്. അവസാനം ചീട്ട് വയ്ക്കുന്ന സമയത്ത് ജയിക്കുന്നതോ ലെനിനാണ്. വളയും സ്വന്തമാക്കി. ഭാരതിക്ക് ഒരുപാട് സന്തോഷമാവുകയാണ്. നാളെ എനിക്ക് തിരുപ്പതിയിൽ കുറച്ച് ജോലിയുണ്ട്. അച്ഛനോട് പറഞ്ഞാൽ നിന്നെ ആയിരിക്കും എന്റെ കൂടെ പറഞ്ഞു വിടുന്നത്. നാളെ ഞാൻ ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്യും. നീ വരണമെന്ന് ഭാരതി പറയുന്നു. അടുത്ത ദിവസം ഭാരതി പറഞ്ഞ സമയമായപ്പോൾ ഭാരതി ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്യുകയാണ്. പക്ഷേ ലെനിൻ വന്നതേയില്ല. ലെനിന് ക്ഷേത്രത്തിൽ കുറച്ച് ജോലിയുണ്ടായിരുന്നു. അവൾക്ക് ആകെ ദേഷ്യം വരും. കറക്റ്റ് സമയത്ത് വരാൻ പറഞ്ഞിട്ട് അവൻ വന്നില്ലല്ലോ എന്നൊക്കെ അവൾ ചിന്തിച്ചു കൊണ്ട് നിൽക്കുകയാ. അതേ സമയമായിരുന്നു ബസ് സ്റ്റോപ്പിലേക്ക് ഒരു ബസ് വരുന്നത്. ഭാരതി ആദ്യം തന്നെ ബസ്സിലേക്ക് കയറും. ഭാരതി കയറി കഴിഞ്ഞതും പിന്നിലൂടെ കയറുവാനായി വന്നവരെ എല്ലാവരെയും ബസ്സിലുണ്ടായിരുന്നവർ ചവിട്ടി പുറത്തേക്ക് എറിയുന്നു. ആ ബസ്സിലുണ്ടായിരുന്നത് അടുത്ത ഗ്രാമത്തിലുള്ള കുറച്ച് ഗുണ്ടകളാണ്. ഭാരതി കയറിയതും ബസ് അവിടെ നിന്ന് എടുക്കുകയും ചെയ്തു. അതേ സമയത്താണ് ലെനിൻ ബസ് സ്റ്റോപ്പിലേക്ക് വരുന്നത്. ഗ്രാമവാസികൾ എല്ലാവരും നടന്ന കാര്യം ലെനിനോട് പറയുന്നു. ആ ഗ്രാമത്തിലേക്ക് പോയ ഒരു സ്ത്രീകളും മാനത്തോടുകൂടി തിരികെ വന്നിട്ടില്ല എന്ന് അവിടെ കൂടി നിന്നവരൊക്കെ കരഞ്ഞുകൊണ്ട് പറയുന്നു. അത് കേട്ട ലെനിൻ ഉടനെ തന്നെ ബസ്സിനെ ഫോളോ ചെയ്തു പോവുകയാണ്. ബസ്സിലാണെങ്കിലോ ദാമോദരനും അടുത്ത ഗ്രാമത്തിലുള്ളവരുമായിരുന്നു ഉണ്ടായിരുന്നത്. ഭാരതിയോട് മോശമായിട്ട് പെരുമാറുവാനൊക്കെ അടുത്ത ഗ്രാമത്തിലൊരു പയ്യൻ ശ്രമിക്കുന്നുമുണ്ട്. അതേ സമയത്തായിരുന്നു ആ ബസ്സിനുള്ളിലേക്ക് ലെനിൻ കടന്നു വരുന്നത്. ലെനിൻ ഉടനെ തന്നെ അവിടെ ഉണ്ടായിരുന്നവരെയൊക്കെ അടിച്ച് തകർക്കുകയാണ്. വലിയ ഫൈറ്റ് തന്നെ നടക്കുന്നു. അടുത്ത ഗ്രാമത്തിലേക്ക് തന്നെ അവരെ അടിച്ചു കൊണ്ടുവന്നെറിയുകയാണ്. സ്വന്തം ഗ്രാമത്തിലുള്ളവർക്ക് മുന്നിൽ വെച്ച് തന്നെ അവന്മാർ അടികൊള്ളുന്നതെല്ലാം ഗ്രാമവാസികൾ നോക്കുന്നുമുണ്ട്. മാത്രവുമല്ല അവന്മാർക്കൊക്കെ ആകെ ദേഷ്യവും നാണക്കേടുമുണ്ട്. ഒടുവിൽ അതിൽ മെയിൻ നേതാവായി നിന്ന ഒരു പയ്യനുണ്ടായിരുന്നു. അവനെ കൊണ്ടുവന്ന് തീക്ക് മുന്നിലേക്ക് തള്ളുന്ന സമയത്ത് അവന്റെ മുഖത്തിന്റെ ഒരു വശം മുഴുവൻ കരിഞ്ഞു പോകുന്നു. എന്നിട്ടും ലെനിൻ അവന്റെ കഥ കഴിക്കുവാനായി പോകുന്ന സമയം തന്നെയായിരുന്നു അവിടേക്ക് എത്തുന്ന വസന്ത് ലെനിനെ തടയുന്നത്. ജയന്തിയമ്മയുടെ മകനാണ് വസന്ത്. വസന്താണെങ്കിലോ പഠനമെല്ലാം പൂർത്തിയാക്കി ഇപ്പോൾ സിറ്റിയിൽ നിന്നും വന്നിരിക്കുകയാണ്. ലെനിനെ വസന്ത് അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നു. ഇവർ കുട്ടിക്കാലം മുതലേ സഹോദരങ്ങളെ കണക്കാണ് വളർന്നിരിക്കുന്നത്. എന്നാൽ വസന്ത് പഠന സംബന്ധമായിട്ട് സിറ്റിയിലേക്കും പോയി. വർഷത്തിൽ ഒരു തവണ വീട്ടിലേക്ക് വരും. കുറച്ച് ദിവസം നിന്നിട്ട് തിരികെ പോകും. നീ എന്തിനാ ഇങ്ങനെ വർഷാവർഷം വന്നിട്ട് പോകുന്നത്? നിനക്ക് ഇവിടെ തന്നെ നിന്നൂടെ എന്ന് ലെനിൻ ചോദിക്കുമ്പോൾ ഇനി ഞാൻ തിരികെ പോകുന്നില്ല. എന്റെ പഠിത്തം എല്ലാം കംപ്ലീറ്റ് ആയെന്നും വസന്ത് മറുപടി പറയും. പിന്നെ ഇന്ന് നടന്ന കാര്യമൊന്നും ജയന്തിയമ്മയോട് പറയരുതെന്ന് ലെനിൻ പ്രത്യേകം പറയുന്നു. ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് രണ്ടുപേരും വീട്ടിലേക്ക് എത്തുന്നത്. വസന്ത് വീട്ടിലേക്ക് വരുന്നത് കൊണ്ട് തന്നെ വസന്തിനെ സ്വീകരിക്കുവാൻ വേണ്ടിയിട്ട് ജയന്തിയമ്മ ആരതി തട്ടൊക്കെ എടുത്തിട്ടുണ്ട്. ആരതി ഒഴിഞ്ഞ് അവനെ അകത്തേക്കും കയറ്റുന്നു. അവരാണെങ്കിൽ ഇപ്പോൾ ഹോസ്പിറ്റൽ തുടങ്ങുവാനായി പോവുകയാണ്. എന്നാൽ ഇതുവരെയായിട്ടും ഹോസ്പിറ്റലിലെ ലൈസൻസ് ഒന്നും കിട്ടിയിട്ടില്ല. അതിന്റെ കാരണം എന്താണെന്ന് വസന്ത് ചോദിക്കുമ്പോൾ ഇവിടുത്തെ MLA ഇല്ലേ, MLAയുടെ കട്ടൗട്ട് മാറ്റിയതിന്റെ ദേഷ്യം MLAക്ക് നന്നായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് MLA ഇതിനൊന്നും സമ്മതിക്കാത്തത്. മാത്രമല്ല MLAക്ക് ഈ ഒരു കാര്യത്തിലെല്ലാം രാഷ്ട്രീയം കലർത്തണം. അതുകൊണ്ടാണ് എതിര് നിൽക്കുന്നതെന്നും ജയന്തിയമ്മയും നീലകണ്ഠനും പറയുന്നു. അങ്ങനെയാണെങ്കിൽ നാളെ നമുക്ക് ഉദ്ഘാടനം നടത്താം. ഉദ്ഘാടനത്തിന് MLA വിളിക്ക്. MLA കൊണ്ട് തന്നെ നമുക്ക് ചെയ്യിപ്പിക്കാമെന്നും അവൻ മറുപടി പറയുന്നു. അങ്ങനെ അടുത്ത ദിവസം ഉദ്ഘാടനമാണ്. ഉദ്ഘാടനത്തിന് പങ്കെടുക്കുവാൻ വേണ്ടിയിട്ട് MLAയും എത്തുന്നുണ്ട്. MLA കൊണ്ട് റിബൺ കട്ട് ചെയ്യിപ്പിക്കുമെന്ന് MLA കരുതി. എന്നാൽ വസന്ത് ചെയ്യുന്നത് നീലകണ്ഠന്റെ രണ്ട് പെൺമക്കളെ കൊണ്ട് റിബൺ കട്ട് ചെയ്യിപ്പിക്കുന്നു. എന്നിട്ട് MLA അങ്ങ് നൈസിന് അപമാനിക്കുകയാണ്. MLAക്ക് ആകെ ദേഷ്യം. MLA കൊണ്ട് റിബൺ കട്ട് ചെയ്യിപ്പിച്ച് MLAയുടെ രാഷ്ട്രീയ പ്രവർത്തനമെല്ലാം അവിടെ നടത്തിപ്പിക്കുമെന്ന് കരുതി. പക്ഷേ അത് നടക്കാത്തതിന്റെ ദേഷ്യമെല്ലാം MLAക്കുണ്ട്. ഇവന്റെ സഹോദരനായ ലെനിൻ കാരണം ഞാൻ നാണം കെട്ടു. എന്റെ കർട്ടൗട്ടെല്ലാം അവൻ തട്ടിമാറ്റി. ദേ ഇപ്പോൾ അവന്റെ ചേട്ടനായ വസന്ത് വന്നിട്ട് എന്നെ അപമാനിച്ചിരിക്കുന്നു.
രണ്ടിന്റെയും കഥ കഴിക്കണമെന്നും അയാൾ തീരുമാനിക്കുകയാണ്. ഈ ഒരു കാര്യമെല്ലാം ശകുനിയായ ദാമോദരനോട് പറയുന്നുണ്ട്. ഇവന്റെ അച്ഛനായിരുന്നു ആദ്യം എന്നെ ദ്രോഹിച്ചു കൊണ്ടിരുന്നത്. എന്നാൽ ഇവന്റെ അച്ഛന്റെ കഥ കഴിച്ചത് ഞാൻ തന്നെയാണ്. ഒരു ആക്സിഡന്റിലൂടെ അയാളുടെ കാര്യവും തീരുമാനമായെന്നും MLA പറയുന്നു. അപ്പോഴാണ് ജയന്തിയമ്മയുടെ ഭർത്താവ് മരിക്കാൻ കാരണം ഈ MLA ആണെന്ന് മനസ്സിലാകുന്നത്. ആ സീൻ അവിടെ കട്ടായി ഉത്സവം നടക്കുന്ന സ്ഥലമാണ് കാണിക്കുന്നത്. നീലകണ്ഠന്റെ മൂത്ത മകളുടെ പിന്നാലെ ഒരു പയ്യൻ നടക്കുകയാ. എന്റെ പ്രണയം നീ അക്സെപ്റ്റ് ചെയ്യണമെന്ന് അവൻ പറയുമ്പോഴും അവൾ അതിന് തയ്യാറാകുന്നതേയില്ല. അതേ സമയമാണ് നീലകണ്ഠൻ വസന്തിനടുത്ത് വന്നിട്ട് എന്റെ രണ്ട് പെൺമക്കളെയും കൊണ്ട് റിബൺ കട്ട് ചെയ്യിപ്പിച്ചതിന് നന്ദി എന്ന് പറയുന്നതും വസന്തിനും ഒരുപാട് സന്തോഷമാകുന്നു. എന്നാൽ അപ്പോഴേക്കും ഭാരതിക്കടുത്തായിട്ട് ഒരു പയ്യൻ വരികയും ലവ് ലെറ്റർ അവളുടെ കയ്യിൽ കൊടുക്കുകയും ചെയ്തു. അവൾ കരുതിയിരുന്നത് അത് ലെനിൻ കൊടുത്തതാണെന്നാണ്. നീ എന്തിനാ എനിക്ക് ലവ് ലെറ്റർ തന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാനാണ് ലവ് ലെറ്റർ തന്നതെന്നാണോ നീ കരുതുന്നത്? എങ്കിൽ വാ, നിന്റെ അച്ഛനോട് പറഞ്ഞ് ഇവിടെ നമുക്ക് മീറ്റിംഗ് വെക്കാമെന്ന് പറയുന്നു. അവളാണെങ്കിൽ അത് കേട്ട് പേടിച്ചു പോവുകയാണ്. കാരണം ഈ ലെനിന് എഴുതാനോ വായിക്കാനോ ഒന്നും തന്നെ അറിയത്തില്ല. എഴുതാനും വായിക്കാനും അറിയാത്തവൻ ലവ് ലെറ്റർ എഴുതിയെന്ന് എങ്ങനെയാ എല്ലാവരും കരുതുന്നത്? അത് മനസ്സിലാക്കിയ ഭാരതിയാണെങ്കിലോ എന്നാൽ ശരി വേണ്ട എന്ന് പറയും. അല്ല, നീ ആ ലെറ്ററിൽ എഴുതിയിരുന്നത് എന്താണെന്ന് ഇതുവരെയും വായിച്ചു നോക്കിയില്ലല്ലോ. വായിച്ചു നോക്കുവാനായിട്ടും ലെനിൻ പറയുന്നു. ലെറ്റർ ഓപ്പൺ ആക്കിയ ഭാരതി ലെറ്ററിലുള്ളത് വായിക്കാതെ തന്റെ മനസ്സിലുള്ള കാര്യമെല്ലാം തുറന്നു പറയുന്നു. നിന്നെ കണ്ട ആദ്യ കാഴ്ചയിൽ തന്നെ എനിക്ക് നിന്നോട് ഇഷ്ടമായി. മാത്രമല്ല ഈ ഗ്രാമത്തിന് വേണ്ടിയിട്ട് നീ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു, അതിലൂടെ എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായി. നിന്റെ കയ്യിൽ ഞാൻ സേഫ് ആയിരിക്കും. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണെന്നും ഭാരതി തന്റെ മനസ്സിലുള്ള കാര്യം ലെനിനോട് പറയുന്നു. അത് കേൾക്കുന്ന ലെനിനാണെങ്കിലോ ഒരുപാട് സന്തോഷമാവുകയാണ്. അങ്ങനെ അന്നു മുതൽ രണ്ടുപേരും പ്രണയിക്കുവാനായും ആരംഭിക്കുന്നു. നീലകണ്ഠന് തന്റെ മൂത്ത മകളെ കൊണ്ട് വസന്തിനെ വിവാഹം കഴിപ്പിക്കണമെന്ന് നല്ല ആഗ്രഹമായിരുന്നു. ഈ ഒരു കാര്യം ജയന്തിയമ്മയുമായി സംസാരിക്കുകയും ജയന്തിയമ്മ സമ്മതിക്കുകയും ചെയ്യും. അങ്ങനെ രണ്ടു കൂട്ടരും വിവാഹം പറഞ്ഞുറപ്പിക്കുകയാണ്. അതേസമയം ഉത്സവത്തിനായി എത്തുകയാണ് നീലകണ്ഠന്റെ മൂത്ത മകൾ. മൂത്ത മകളുടെ പിന്നാലെ വീണ്ടും ആ പയ്യൻ നടക്കുകയാ. എന്റെ പ്രണയം നീ അക്സെപ്റ്റ് ചെയ്യണമെന്ന് അവൻ പറയുന്നു. എന്നാൽ ഇത് ദാമോദരൻ കാണുകയാണ്. ദാമോദരൻ ഈ ഒരു വിവരമെന്ന് ജയന്തിയമ്മയോട് പറയും. ഈ പെണ്ണിന്റെ പിന്നാലെ ഒരു പയ്യൻ നടക്കുകയാണ്. അവൾക്കും അവനെ ഇഷ്ടമാണെന്നാ തോന്നുന്നത്. ഇങ്ങനെ ഒരു പെണ്ണിനെയാണോ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലേക്ക് കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞ് എരുതിയിൽ എണ്ണ ഒഴിക്കും പോലെയായിരുന്നു ദാമോദരന്റെ സംസാരം. പക്ഷെ അതൊന്ന് കേൾക്കുവാനായിട്ട് ജയന്തിയമ്മ കൂട്ടാക്കിയില്ല. അടുത്ത ദിവസം എല്ലാവരും ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് കേൾക്കുന്നത്. എന്തെന്നാൽ നീലകണ്ഠന്റെ മൂത്ത മകൾ ലെറ്ററും എഴുതി വെച്ച് അവളുടെ കാമുകനൊപ്പം ഒളിച്ചോടി പോയെന്ന്. ലെറ്ററിൽ എഴുതിയിരിക്കുന്നത് തനിക്ക് വസന്തമായിട്ടുള്ള വിവാഹത്തിന് താല്പര്യമില്ല, തന്റെ കാമുകനൊപ്പം ജീവിക്കുവാനായിട്ടാണ് ഇഷ്ടമെന്നാണ് ലെറ്ററിൽ എഴുതി വെച്ചിരുന്നത്. നീലകണ്ഠൻ ജയന്തിയമ്മയോടും വസന്തിനോടും വന്ന് മാപ്പ് പറയുന്നു. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാണ് നീലകണ്ഠൻ കരയുന്നത്. മൂത്ത മകളുമായി ഉറപ്പിച്ച വിവാഹമല്ലേ മുടങ്ങിയോളൂ. ഇളയ മകളായ ഭാരതിയില്ലേ, ഭാരതിയെ കൊണ്ട് നമുക്ക് വസന്തിനെ വിവാഹം കഴിപ്പിക്കാമെന്നും കൂടി നിന്നതിൽ ഒരാൾ പറയുന്നു. ജയന്തി ആദ്യം വേണ്ട എന്ന് പറയുന്നെങ്കിലും നീലകണ്ഠൻ എങ്കിൽ നമുക്ക് ഭാരതിയെ കൊണ്ട് വസന്തിനെ വിവാഹം കഴിപ്പിച്ചാലോ എന്ന് പറയും. പക്ഷേ ഭാരതിയും ലെനിനും തമ്മിൽ പ്രണയത്തിലാണെന്നുള്ള കാര്യം ആർക്കും തന്നെ അറിയത്തേയില്ല. പക്ഷേ അവിടെയാണ് കഥയിലൊരു ട്വിസ്റ്റ്. നീലകണ്ഠന്റെ മൂത്ത മകളുടെ പിന്നാലെ ഒരു പയ്യൻ നടക്കുന്ന കാര്യം ജയന്തിയമ്മ അറിയുന്നു. ജയന്തിയമ്മ പറയുന്നത്, അവളിപ്പോൾ എന്റെ മകനെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവനോടൊപ്പമുള്ള ജീവിതം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കാമുകനൊപ്പമുള്ളതായിരുന്നു നല്ലതെന്ന് അവൾ ചിന്തിച്ചാൽ എന്തു ചെയ്യും? ഒന്നുകിൽ അവൾ എന്റെ മകനെ സ്നേഹിക്കണം, ഇല്ല എന്നുണ്ടെങ്കിൽ കാമുകനൊപ്പം ജീവിക്കണം, അല്ലെങ്കിൽ അവർ രണ്ടുപേരും ജീവിച്ചിരിക്കാൻ പാടില്ല എന്നതായിരുന്നു ജയന്തിയമ്മയുടെ തീരുമാനം. അങ്ങനെ ജയന്തിയമ്മയാണെങ്കിലോ കുറച്ചുപേരെ ഏർപ്പാടാക്കുകയും നീലകണ്ഠന്റെ മൂത്ത മകളുടെയും അവളുടെ പിന്നാലെ നടക്കുന്ന പയ്യന്റെയും കഥ കഴിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അവർ ഒളിച്ചോടി പോയതാണെന്ന് വരുത്തി തീർക്കുകയും ചെയ്തു. എല്ലാവരെയും വിശ്വസിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ലെറ്ററൊക്കെ എഴുതി വെച്ച് കള്ളക്കഥ പ്രചരിപ്പിച്ചതും. ജയന്തിയമ്മയുടെ ലക്ഷ്യം തന്നെ നീലകണ്ഠന്റെ രണ്ടാമത്തെ മകളായ ഭാരതിയെ കൊണ്ട് വസന്തിനെ വിവാഹം കഴിപ്പിക്കുക എന്നത് തന്നെയായിരുന്നു. ഇതിനെല്ലാം പിന്നിൽ പ്രവർത്തിച്ച മാസ്റ്റർ ബ്രെയിൻ ജയന്തിയമ്മയാണ്. പക്ഷേ ഇതൊന്നും ആർക്കും അറിയത്തേയില്ല. അങ്ങനെ വസന്തിന്റെയും ഭാരതിയുടെയും വിവാഹം ഉറപ്പിക്കുന്നു. വസന്തിന്റെയും ഭാരതിയുടെയും വിവാഹം ഉറപ്പിച്ച കാര്യം ജയന്തിയമ്മയുടെ ബന്ധുവായിട്ടുള്ള രാജ അറിയുന്നു. രാജയ്ക്ക് ലെനിനും ഭാരതിയും തമ്മിൽ പ്രണയത്തിലാണെന്നുള്ള സംശയം മുൻപേ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നേരെ ലെനിനടുത്തേക്ക് എത്തും. രാജയ്ക്ക് ലെനിനെ നല്ല ഇഷ്ടമാണ്. അതുകൊണ്ടാണ് അവനോട് ഈ ഒരു കാര്യം പറയുവാൻ വേണ്ടിയിട്ടും എത്തിയിരിക്കുന്നത്. ഭാരതിയുടെയും വസന്തിന്റെയും വിവാഹം ഉറപ്പിച്ചിരിക്കുക. നീ ആ വിവാഹം തടഞ്ഞ് ഭാരതി നിനക്കൊപ്പം കൂട്ടിക്കൊണ്ടു വരുവാനായിട്ടും രാജ പറയുന്നു.
ഏയ് അത് പറ്റില്ല. ഞാൻ കാരണം ആ കുടുംബത്തിൽ ഒരു പ്രശ്നവും ഉണ്ടാകാൻ പാടില്ല. ഞാൻ എന്തായാലും ഭാരതിയെ മറക്കുവാനായി തീരുമാനിച്ചിരിക്കുകയാണെന്നും ലെനിൻ പറയുന്നു. ലെനിൻ വല്ലാത്ത സങ്കടത്തോടു കൂടിയാണ് ആ ഒരു തീരുമാനം എടുത്തിരിക്കുന്നതും. നീ എന്തിനാ അങ്ങനെയൊക്കെ തീരുമാനിക്കുന്നത്? നിന്റെ ഇഷ്ടം എന്തിനാ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് വേണ്ടാന്ന് വെക്കുന്നതെന്നൊക്കെ രാജ പറയുമ്പോഴും ലെനിൻ അതൊന്നും കേൾക്കുവാനായി കൂട്ടാക്കുന്നതേയില്ല. സങ്കടത്തോടു കൂടിയാണ് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുന്നത്. എന്നാൽ രാജ വിട്ടുകൊടുക്കുവാനായും തീരുമാനിച്ചില്ല. ലെനിന്റെ കൂട്ടുകാർക്കൊപ്പം നിന്ന് എങ്ങനെയെങ്കിലും കല്യാണം മുടക്കുവാനായിട്ടും പ്ലാൻ ചെയ്യുന്നു. അതേസമയം കല്യാണത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ നടക്കുകയാണ്. വല്ലാത്ത സങ്കടത്തിൽ നിൽക്കുകയാണ് ഭാരതി. വിവാഹത്തിനുള്ള മുഹൂർത്തം എത്തിയ സമയം തനിക്ക് ഈ ഒരു വിവാഹത്തിൽ താല്പര്യമില്ല എന്നും ലെനിനെയാണ് തനിക്ക് ഇഷ്ടമെന്നും ഭാരതി എല്ലാവർക്കും മുന്നിൽ തുറന്നു പറയുന്നു. നിങ്ങൾ എല്ലാവരും എന്താ ചെയ്യുന്നത്? വസന്തേ, നിനക്ക് നല്ല പഠിത്തമുള്ള ഒരാളല്ലേ? എന്റെ ചേച്ചിയുമായിട്ടുള്ള വിവാഹം ഉറപ്പിച്ചു. പക്ഷേ ചേച്ചി മറ്റൊരാൾക്കൊപ്പം ഒളിച്ചോടി പോയപ്പോൾ എന്നെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാമെന്ന് തീരുമാനിക്കുന്നു. ഇതെന്താ മാർക്കറ്റിൽ കിട്ടുന്ന വല്ല സാധനവുമാണോ? എന്റെ ഇഷ്ടമെങ്കിലും ആരെങ്കിലും നോക്കിയോ? നീയെങ്കിലും വന്ന് എന്റെ ഇഷ്ടം ചോദിച്ചോ എന്നുള്ള കാര്യമൊക്കെ ഭാരതി പറയുന്നു. അത് കേൾക്കുന്ന ജയന്തിയമ്മയ്ക്ക് വല്ലാതെ ദേഷ്യം വരികയാണ്. മാത്രമല്ല നീലകണ്ഠൻ ഭാരതിയെ അടിക്കുവാനായി പോകുന്ന സമയത്ത് വേണ്ട, അവൾ പറഞ്ഞത് കാര്യമല്ലേ? അവളോട് അവളുടെ ഇഷ്ടം ആരെങ്കിലും ചോദിച്ചോ? ഇല്ലല്ലോ. അവളുടെ ഇഷ്ടം എന്താണെന്ന് ഞാൻ നടത്തി കൊടുക്കുവാനായി പോവുകയാണെന്ന് പറഞ്ഞ് വസന്ത് അവളെയും കൂട്ടി അവിടെ നിന്ന് പോകുന്നു. നേരെ എത്തിയിരിക്കുന്നത് ലെനിനടുത്തേക്കാണ്. ലെനിൻ ആകെ തകർന്ന അവസ്ഥയിലിരിക്കുകയാണ്. ലെനിന് മുന്നിലേക്ക് എത്തുന്ന വസന്ത്, നിനക്കിവളെ ഇഷ്ടമായിരുന്നെങ്കിൽ എന്താടാ നീ എന്നോട് പറയാതിരുന്നത്? ദേ, ഞാൻ അവളെ കൊണ്ടുവന്നിരിക്കുകയാണ്. എന്നെ നീ മറ്റുള്ളവരുടെ മുന്നിൽ തല കുനിപ്പിക്കരുത്. നീ അവളുടെ കഴുത്തിൽ താലി കെട്ടണമെന്ന് പറഞ്ഞ് താലിയെടുത്ത് ലെനിന്റെ കയ്യിൽ കൊടുക്കുന്നു. ലെനിൻ ഒരുപാട് സന്തോഷമാവുകയാണ്. വസന്ത് അവനെ മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം കുട്ടിക്കാലത്തെ അവർ സഹോദരങ്ങളെ കണക്കല്ലേ വളർന്നിരിക്കുന്നത്. ലെനിനാണെങ്കിലോ വസന്തിന്റെ കയ്യിൽ നിന്നും താലി വാങ്ങിക്കൊണ്ടുപോയി ഭാരതിയുടെ കഴുത്തിൽ കെട്ടുകയാണ്. അതേസമയമാണ് അവിടേക്ക് കുറെ ആളുകൾ വരുന്നത്. അവരെല്ലാവരും ചേർന്ന് വസന്തിനെ ആക്രമിക്കുന്നു. വസന്തിന് കുത്തുകൊള്ളുകയും ചെയ്യുകയാണ്. വസന്തിനെയും ഭാരതിയും കാറിൽ കൊണ്ടുവന്നിരുത്തിയ ലെനിൻ അവരെയൊക്കെ തിരിച്ചു തല്ലുന്നു. ഇത് ആര് പറഞ്ഞുവിട്ട ആളുകളാണെന്ന് അറിയത്തില്ല. ഒന്നുകിൽ ജയന്തി പറഞ്ഞുവിട്ടതാകാം, അല്ല എന്നുണ്ടെങ്കിൽ MLA-യുടെ ആളുകളാകാം. ആ സീൻ അവിടെ കട്ടായി പ്രസന്റ് സിറ്റുവേഷനാണ് കാണിക്കുന്നത്. ബാറിലുള്ള പയ്യനോടാണല്ലോ ലെനിൻ തന്റെ കഥകളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ പയ്യൻ ചോദിക്കുന്നത്, ആരാ അത് ചെയ്യിച്ചത്? നിങ്ങൾക്ക് ഒരുപാട് ശത്രുക്കളുണ്ടല്ലോ. MLA ആണോ? അതോ ശകുനിയായിട്ടുള്ള ദാമോദരനോ? അതോ അടുത്ത ഗ്രാമത്തിലുള്ള ഒരുത്തനെ പോയി തല്ലിയില്ലേ? ഇനി അവനാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആരായാലും എല്ലാവരെയും ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് എന്നതായിരുന്നു ലെനിന്റെ മറുപടി. അതേ സമയമായിരുന്നു ജയിലറെ കാണിക്കുന്നത്. ജയിലർക്ക് ഒരു കോള് വരികയാണ്. ലെനിനുള്ള ശത്രുക്കളുടെ ഡീറ്റെയിൽസ് എല്ലാം ഇപ്പോൾ ജയിലറുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അവരെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അവരെല്ലാവരും അവരുടെ സ്ഥലത്തില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞതെന്നും ജയിലറെ വിളിച്ച ആൾ പറയുന്നു. സത്യത്തിൽ ആ ടീമെല്ലാം ഇപ്പോൾ ഒരുമിച്ച് ചേർന്നിരിക്കുകയാണ്. അവരെല്ലാവരും ഉള്ളത് ലെനിനുള്ള അതേ ബാറിൽ തന്നെയാണ്. അവരെ എല്ലാവരെയും ഒരു ട്രാപ്പ് സെറ്റ് ചെയ്ത് വരുത്തിയിരിക്കുകയാണ് ലെനിൻ ചെയ്തിരിക്കുന്നത്. അല്ല, നിങ്ങളോട് അന്ന് അങ്ങനെ ചെയ്തത് ആരാണെന്ന് അറിഞ്ഞു എന്ന പയ്യൻ ചോദിക്കുമ്പോൾ അവനെ ഞാൻ കണ്ടുപിടിച്ചു. ഞാൻ അവനെ എന്റെ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ അവിടെ കൂടിയിരുന്ന എല്ലാവരും ലെനിനെ നോക്കുന്നു. ലെനിന്റെ കയ്യിൽ ഒരു ബാഗുമുണ്ട്. ആ ബാഗ് തുറന്ന് ലെനിൻ ഒരു തലയെടുത്ത് ടേബിളിലേക്ക് വെക്കും. അത് ജയന്തിയമ്മയുടെ ബന്ധുവായിട്ടുള്ള രാജയുടെ തലയായിരുന്നു. രാജയാണ് വസന്തിനെ കൊല്ലുവാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തതെല്ലാം. ലെനിന്റെയും ഭാരതിയുടെയും കല്യാണം നടത്തണമെന്നും വസന്തുമായിട്ടുള്ള കല്യാണം മുടക്കണമെന്നൊക്കെ അന്ന് രാജ പ്ലാൻ ചെയ്തതൊക്കെ വെറുതെയായിരുന്നു. വസന്തിനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് രാജ പ്ലാൻ ചെയ്തത് മുഴുവൻ. അതനുസരിച്ചാണ് അങ്ങനെയൊക്കെ പെരുമാറിയിരുന്നതും. എന്തിനാണ് രാജ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നാൽ സത്യത്തിൽ രാജയ്ക്ക് ജയന്തിയമ്മയോട് നല്ല ദേഷ്യമുണ്ട്. ധർമ്മരാജ എന്ന പദവി ഈ രാജയ്ക്ക് കൊടുക്കുവാനായിട്ട് ജയന്തിയമ്മ തയ്യാറായില്ല. അതിന്റെ ദേഷ്യം രാജയ്ക്ക് നന്നായിട്ടുണ്ടായിരുന്നു. എന്റെ കുടുംബം ഉള്ളിടത്തോളം കാലം നിനക്ക് അങ്ങനെ ആ ഒരു പദവി കിട്ടില്ല എന്ന് ജയന്തിയമ്മ എപ്പോഴും രാജയോട് പറയുമായിരുന്നു. ജയന്തിയമ്മയുടെ കുടുംബം നശിപ്പിച്ചു കഴിഞ്ഞാൽ തനിക്ക് ആ ഒരു സ്ഥാനം കിട്ടുമല്ലോ എന്നായിരുന്നു രാജ ചിന്തിക്കുന്നത്. അങ്ങനെയാണ് വസന്തിന്റെ കഥ കഴിക്കുവാനായും പ്ലാൻ ചെയ്തത്. അതിനു വേണ്ടിയിട്ട് വിവാഹ സമയമായിരുന്നു പ്ലാൻ ചെയ്തു വെച്ചിരുന്നതും. അപ്പോഴാണ് ഭാരതി തനിക്ക് ലെനിനെയാണ് ഇഷ്ടമെന്ന് തുറന്നു പറയുന്നതും. വസന്ത് അവിടെ നിന്നും ഭാരതിയെ ലെനിനടുത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. ആ ഒരു സമയം അവിടെ വെച്ചവനെ തീർക്കാമെന്നായിരുന്നു അവർ പ്ലാൻ ചെയ്തത്. അതനുസരിച്ചാണ് വസന്തിന്റെ കഥ കഴിക്കുന്നതിന് വേണ്ടിയിട്ട് കുറെ ആളുകളെ രാജ അവിടേക്ക് പറഞ്ഞു വിട്ടത്. എന്നാൽ ലെനിനാണെങ്കിലോ വസന്തിനെ അവിടെ നിന്നും രക്ഷിച്ച് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ വെച്ച് വസന്താണെങ്കിൽ, നീ എന്താ അവളെ കല്യാണം കഴിക്കാത്തത്? എത്രയും വേഗം കൊണ്ടുപോയി താലി കെട്ടുവാനായും ആവശ്യപ്പെടുന്നു. നേരത്തെ താലി കെട്ടിയില്ലായിരുന്നു. കെട്ടുവാനായി പോകുന്ന സമയത്തായിരുന്നു ഈ ഒരു പ്രശ്നമെല്ലാം നടന്നത്. എന്നാൽ ലെനിനാണെങ്കിൽ ഭാരതിയും കൂടി നേരെ പോകുന്നത് നീലകണ്ഠന്റെ വീട്ടിലേക്കാണ്. നീലകണ്ഠനോട് സംസാരിച്ച് നീലകണ്ഠനെ കൺവിൻസ് ചെയ്ത് അവരുടെ വിവാഹത്തിനുള്ള കാര്യങ്ങളെല്ലാം
എല്ലാം റെഡിയാക്കുന്നു. അങ്ങനെ അവരുടെ വിവാഹം നല്ല മംഗളകരമായിട്ട് നടക്കുകയാണ്. പക്ഷേ അപ്പോഴും രാജയുടെ മനസ്സ് മുഴുവൻ എങ്ങനെയെങ്കിലും വസന്തിന്റെ കഥ കഴിക്കണം അത് മാത്രമായിരുന്നു. അത് മനസ്സിലാക്കിയ ശകുനിയാണെങ്കിലോ അവരുടെ കൂട്ടത്തിൽ രാജയും ചേർക്കുകയാണ്. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് അവന് സ്കെച്ചിടാമെന്നും അവർ തീരുമാനിക്കുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഭാരതി കുഴഞ്ഞു വീഴുകയാണ്. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ചെക്ക് ചെയ്ത് നോക്കുമ്പോഴോ ഭാരതി പ്രഗ്നന്റുമാണ്. ആ ഒരു സന്തോഷത്തിലാണ് അവർ തിരികെ വീട്ടിലേക്ക് വരുന്നത്. കൂടെ വസന്തും ഉണ്ടായിരുന്നു. എന്നാൽ ഒരു കാട് ഏരിയ എത്തുന്ന സമയത്ത് വസന്ത് തന്റെ മാമനെ കാണണമെന്നും മാമന് ഇൻസുലിൻ എടുക്കേണ്ട ആവശ്യമുണ്ടെന്നും പറയുന്നു. മാമൻ ആരെന്നാൽ ഈ രാജ തന്നെയാണ്. രാജയ്ക്ക് വേണ്ടിയിട്ടാണ് ഇൻസുലിൻ എടുക്കുവാൻ വേണ്ടിയിട്ട് ആ ഒരു കാട്ടുവഴിയിൽ വസന്ത് ഇറങ്ങുന്നതും. മാമനെ അന്വേഷിച്ച് പോകുന്ന സമയത്ത് വസന്തിന് പിന്നാലെ ആരൊക്കെയോ ഉണ്ടെന്നുള്ള കാര്യം വസന്തിന് മനസ്സിലാകുന്നു. അതൊരു സ്കെച്ചാണെന്നും അവന് മനസ്സിലായി. അവൻ ഒരു സ്ഥലത്ത് ധൈര്യമായി ചെന്നിരിക്കും. പല സ്ഥലങ്ങളിലായിട്ട് ഓരോരുത്തരും ഒളിച്ചിരിക്കുന്നുവെന്ന് മനസ്സിലാക്കിയ വസന്ത്, ഞാൻ നിങ്ങളോട് ഒരു കഥ പറയാമെന്ന് പറഞ്ഞ് ഒരു കാര്യം പറയുവാനേയും ആരംഭിച്ചു. മദ്രാസിൽ നിന്നും പഠിത്തമെല്ലാം കഴിഞ്ഞ് നാട്ടിലേക്ക് വരുന്ന സമയത്താണ് ആദ്യമായിട്ട് ഞാൻ ഭാരതിയെ കാണുന്നത്. ഭാരതിയെ കണ്ട ആദ്യ കാഴ്ചയിൽ തന്നെ എനിക്ക് അവളോട് ഇഷ്ടമായി. അവളെ വൺ സൈഡായിട്ട് ഞാൻ പ്രണയിക്കുവാനായും ആരംഭിച്ചു. അങ്ങനെയാണ് ഭാരതി മദ്രാസിലേക്ക് പഠിക്കുവാനായി പോയ കാര്യം ഞാൻ അറിയുന്നത്. ഞാനും അവൾക്കൊപ്പം മദ്രാസിലേക്ക് പോയി. എന്നാൽ അവിടെ വെച്ച് ഭാരതിയുടെ പിന്നാലെ ഒരു പയ്യൻ നടക്കുന്ന കാര്യം ഞാൻ അറിയുകയുണ്ടായി. അവനെ ഞാൻ ആരും അറിയാതെ നൈസിനങ്ങ് തട്ടി. പിന്നീട് അവളുടെ കൂടെയാണ് ഞാൻ എപ്പോഴും ഫോളോ ചെയ്തുകൊണ്ട് പോകുന്നത്. അവളെ ഞാൻ വൺ സൈഡായിട്ട് പ്രണയിക്കുന്ന കാര്യമൊന്നും അവൾക്കറിയത്തേയില്ല. പക്ഷേ പഠിത്തമെല്ലാം കഴിഞ്ഞ് ഞാൻ നാട്ടിലേക്ക് എത്തിയപ്പോഴാണ് നീലകണ്ഠന്റെ മൂത്ത മകളുമായിട്ട് എന്റെ വിവാഹം ഉറപ്പിച്ച കാര്യം ഞാൻ അറിയുന്നത്. പക്ഷേ എനിക്ക് അവളെ വിവാഹം കഴിക്കണമെന്ന് ഒട്ടും തന്നെ താല്പര്യമേയില്ല. എന്റെ ഇഷ്ടം ഭാരതിയായിരുന്നു. ആ ഒരു വിവരം ഞാൻ അമ്മയോട് പറഞ്ഞു. ഞാൻ ഇതുവരെയായിട്ടും അമ്മയോട് ഒരു ആഗ്രഹവും പറഞ്ഞിട്ടില്ല. എന്റെ ഇഷ്ടം ഭാരതിയാണ്. എനിക്ക് അവളെ വിവാഹം കഴിക്കണമെന്നും ഞാൻ അമ്മയോട് പറഞ്ഞു. എന്നാൽ അമ്മ പറയുന്നത്, വൈദേഹിയുമായിട്ട് നിന്റെ വിവാഹം ഉറപ്പിച്ചല്ലോ, ഇനി എന്ത് ചെയ്യും? അവൾക്ക് വേറൊരു പയ്യനെ ഇഷ്ടമാണ്, അവനൊപ്പം പോയി എന്നുള്ള രീതിയിൽ വരുത്തി തീർത്താലോ എന്ന് ചോദിക്കുമ്പോൾ, അത് വേണ്ട, അവൾക്കാണെങ്കിൽ എന്നെ ഒരുപാട് ഇഷ്ടമാണ്. എന്നെ വിവാഹം കഴിക്കുവാൻ വേണ്ടിയിട്ട് അമ്പലത്തിൽ നേർച്ചയും നേർന്ന് നടക്കുകയാ. അവളുടെ കഥ കഴിക്കണം, അതാണ് വേണ്ടതെന്നും ഞാൻ അമ്മയോട് പറഞ്ഞു. ഞാൻ പറഞ്ഞതനുസരിച്ച് അമ്മ ആളിനെ ഏർപ്പാടാക്കി. രാത്രിക്ക് രാത്രി തന്നെ വൈദേഹിയുടെ കഥ കഴിച്ചു. അവൾ മറ്റൊരു പയ്യനൊപ്പം ഒളിച്ചോടി പോയി എന്ന് വരുത്തി തീർക്കുകയും ചെയ്തു. അതെല്ലാം എന്റെ ആഗ്രഹം പ്രകാരമാണ് നടന്നത്. എനിക്ക് ഭാരതിയെ വേണം. ഭാരതീനെ വിവാഹം കഴിക്കാമെന്നുള്ള രീതിയിൽ ഞാൻ ചിന്തിച്ചു. എന്റെ ആഗ്രഹം അനുസരിച്ച് അമ്മ ഭാരതിയുമായിട്ടുള്ള വിവാഹം എല്ലാം ഉറപ്പിച്ചു. പക്ഷെ അപ്പോഴാണ് വിവാഹത്തിന് മുൻപ് അവൾക്ക് ലെനിനെയാണ് ഇഷ്ടമെന്നുള്ളത് അവൾ തുറന്നു പറഞ്ഞത്. പക്ഷേ എല്ലാവർക്കും മുന്നിൽ ഞാൻ നല്ലവനാകാൻ വേണ്ടിയിട്ട് അവനുമായിട്ടുള്ള വിവാഹമെല്ലാം ഞാൻ നടത്തി കൊടുക്കുകയും ചെയ്തു. എന്റെ മനസ്സിൽ ഇപ്പോഴും ആ ഒരു തീ എരിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഞാൻ ഈ ഒരു കാര്യമെല്ലാം ഹോസ്പിറ്റലിൽ വന്നൊരു പേഷ്യന്റിനോട് പറഞ്ഞിട്ട് അവരുടെ കഥ കഴിക്കുകയും ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എത്ര വാശിയാണുള്ളതെന്ന് നിങ്ങൾക്കറിയാമല്ലോ. നിങ്ങളെല്ലാവരും എന്റെ കൂടെ നിന്നാൽ നമുക്ക് ഒരുമിച്ച് നിൽക്കാമെന്ന് വസന്ത് പറയുമ്പോൾ വസന്തിന്റെ കഥ കഴിക്കുവാനായി കൂടി നിന്ന എല്ലാവരും വസന്തിനടുത്തേക്ക് വരികയാണ്. ശത്രുക്കളെ വരെ വസന്ത് മിത്രമാക്കി ചേർത്തിരിക്കുന്നു. എന്നിട്ട് രാജയോട് ചോദിക്കും, മാമൻ എന്താണ് വേണ്ടത്? ധർമ്മരാജ പദവി അതല്ലേ? അത് ഞാൻ നടത്തിത്തരാമെന്നും വസന്ത് പറയുന്നു. ഓരോരുത്തർക്ക് എന്താണ് ആവശ്യം അതെല്ലാം നടത്തിത്തരാമെന്നും വസന്ത് പറയുകയാണ്. അങ്ങനെ എല്ലാവരും ഒരു ഗ്യാങ്ങായി മാറുന്നു. ഉത്സവത്തിനിട്ട് ലെനിന്റെ കഥ കഴിക്കണമെന്നാണ് ഇവർ പ്ലാൻ ചെയ്യുന്നത്. ഉത്സവ ദിവസവും എത്തി. ഉത്സവത്തിന്റെ തിരക്കുകളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന സമയം ലെനിന്റെ കൂടെയുള്ള ഓരോരുത്തരെയായിട്ട് തട്ടിക്കൊണ്ടിരിക്കുകയാണ് വസന്തും ടീമും ചേർന്ന്. എന്നാൽ അതേസമയം വസന്തിന്റെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന കമ്പൗണ്ടർ പയ്യൻ ലെനിനെ കാണുവാൻ വേണ്ടിയിട്ടും എത്തുന്നു. അന്ന് വസന്ത് രോഗിയോട് തന്റെ മനസ്സിലുള്ള പകയും പ്രതികാരവും എല്ലാം തുറന്നു പറയുന്നത് ഈ പയ്യൻ കേട്ടിരുന്നു. അത് വസന്തും മനസ്സിലാക്കുകയാണ്. അവനെ പിടികൂടുകയാണ് വസന്ത്. എന്നെ ഒന്നും ചെയ്യരുതേ എന്ന് പയ്യൻ കെഞ്ചുമ്പോൾ, നിന്നെ ഒന്നും ചെയ്യില്ല, പക്ഷേ എന്റെ മനസ്സിലുള്ള കാര്യമെല്ലാം നീ പോയി ലെനിനെ അറിയിക്കണം എന്നുള്ള കാര്യം ആ പയ്യനോട് പറഞ്ഞു ഏൽപ്പിക്കുന്നു. അങ്ങനെയാണ് അവൻ വന്ന് എല്ലാ കാര്യങ്ങളും ലെനിനോട് പറയുന്നത്. വസന്തിന്റെ മനസ്സിൽ പകയും പ്രതികാരവും ഉണ്ടെന്നും ആ പക വെച്ചിട്ടാണ് തന്നെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചതെന്നും ഭാരതിക്ക് വേണ്ടിയിട്ടാണ് വസന്ത് ഇതെല്ലാം ചെയ്യുന്നതെന്നും ലെനിന് മനസ്സിലായി. ലെനിൻ ആകെ തകർന്നു പോവുകയാണ്. തന്റെ ഭാര്യയെ സേഫ് ആക്കണം, അതായിരുന്നു ആദ്യം ലെനിൻ ചിന്തിച്ചത്. ലെനിൻ നേരെ ഭാരതിയെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവന്ന് പൂട്ടിയിടുകയാണ്. നീ ഇവിടെ സേഫ് ആയിട്ടിരിക്കണം, ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് ലെനിൻ അവിടെ നിന്ന് പോകുന്നു. ലെനിൻ എത്തുമ്പോൾ കാണുന്ന കാഴ്ച, ദേ വസന്ത് പെണ്ണിന്റെ വേഷമൊക്കെ കിട്ടി അവിടെ വല്ലാത്ത രീതിയിൽ ഡാൻസ് കളിക്കുന്നതാണ്. ഇവൻ എന്താ ഇങ്ങനെയെന്നൊക്കെ വളരെ സങ്കടത്തോടു കൂടി ചിന്തിച്ച് നിൽക്കുകയാണ് ലെനിൻ. അതേസമയം വസന്താണെങ്കിലോ ലെനിനടുത്തേക്ക് വന്നിട്ട്, നിന്റെ ഭാര്യ സേഫ് ആണോ എന്നൊന്ന് പോയി നോക്കിയിട്ട് വരുവാനായിട്ടും പറയുന്നു. അത് കേട്ട് ലെനിൻ വിപ്രാളപ്പെട്ട് ഭാര്യ എവിടെയാണോ ലോക്ക് ചെയ്തിരുന്നത് അവിടേക്ക് എത്തുന്നു. എന്നാൽ ദേ അവിടെ ലെനിന്റെ ബെസ്റ്റ് ഫ്രണ്ട് നിൽക്കുകയാണ്. ലെനിന്റെ ബെസ്റ്റ് ഫ്രണ്ട് അവന്റെ മുഖത്തേക്ക് മുളക് പൊടി വിതറുന്നു. കരഞ്ഞുകൊണ്ടാണ് അവൻ അതെല്ലാം ചെയ്യുന്നത്. എന്തെന്നാൽ വസന്തും കൂട്ടരും ചേർന്ന് ഈ കൂട്ടുകാരന്റെ ഭാര്യയെ
കടത്തിവെച്ചു. നീ ഞാൻ പറയുന്നത് ചെയ്തില്ലെങ്കിൽ നിന്റെ ഭാര്യയെ കൊന്നുകളയുമെന്ന് വിരട്ടി. അതുകൊണ്ടാണ് അവർ പറഞ്ഞ കാര്യം കൂട്ടുകാരൻ അനുസരിച്ചത്. കൂട്ടുകാരൻ വല്ലാതെ കരയുകയാണ്. ലെനിനാണെങ്കിലോ മുളകുപൊടി അമിതമായിട്ട് കണ്ണിൽ വീണത് കൊണ്ട് തന്നെ കണ്ണു തുറക്കാനും കഴിയുന്നില്ല. ഒരുവിധം കണ്ണൊക്കെ തിരുമിയതിനു ശേഷം ലെനിൻ നേരെ വസന്തിനടുത്തേക്ക് വരുന്നു. വസന്തിനെ കുത്തുവാൻ വേണ്ടിയിട്ട് കത്തി നീട്ടുന്ന സമയം തന്നെ വസന്ത് അവിടേക്ക് ഭാരതിയെ പിടിച്ചു നിർത്തുന്നു. ഭാരതിക്കാണ് കുത്തുകൊണ്ടത്. തന്റെ കൈകൊണ്ട് തന്റെ ഭാര്യയാണ് കുത്തിയതെന്ന് ലെനിന് മനസ്സിലായി. ലെനിന്റെ കൈയിലേക്ക് ഭാരതി വന്ന് വീഴുകയാണ്. എങ്ങനെയൊക്കെ അവൻ കണ്ണു തുറന്നു നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ഭാരതിയുടെ മുഖമായിരുന്നു. ഭാരതി അവന്റെ മടിയിൽ കിടന്നു തന്നെ മരണപ്പെട്ടു പോകുന്നു. ഈ ഒരു കേസിനാണ് ലെനിൻ ജയിലിലായതും. ആ സീൻ അവിടെ കട്ടായി പ്രസന്റ് സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത്. അന്നത്തെ ഒരു പ്രശ്നത്തോടുകൂടി അമിതമായിട്ട് മുളകുപൊടി കണ്ണിൽ വീണത് കൊണ്ട് തന്നെ ലെനിന്റെ കാഴ്ചശക്തിയും നഷ്ടമായിരുന്നു. ഡോഗിന്റെ സഹായത്തോടു കൂടിയാണ് ലെനിൻ നടക്കുന്നതെല്ലാം. ലെനിൻ ഇപ്പോൾ പ്ലാൻ ചെയ്താണ് എല്ലാ ശത്രുക്കളെയും ബാറിൽ വിളിച്ചു ചേർത്തിരിക്കുന്നത്. തന്നെ അറ്റാക്ക് ചെയ്യുവാനായി വരുന്നവരെ എല്ലാവരെയും ലെനിൻ തിരിച്ച് അറ്റാക്ക് ചെയ്യുന്നു. ലെനിന് കണ്ണിന് കാഴ്ചയില്ല എന്നുള്ള കാര്യം ആർക്കും അറിയാതിരിക്കുന്ന രീതിയിലാണ് ലെനിൻ പ്രവർത്തിക്കുന്നത്. എന്നാൽ ഒരു ഘട്ടത്തിൽ ലെനിന്റെ കണ്ണിന് കാഴ്ചയില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലായി. അപ്പോഴാണ് നമ്മളെ ഒരു സീൻ കാണിക്കുന്നത്. ജയന്തി അമ്മയ്ക്ക് വസന്തിന്റെ പ്രവൃത്തികളൊന്നും അത്ര ഇഷ്ടമല്ലാതായി തുടങ്ങിയിരുന്നു. കാരണം ഈ വസന്താണെങ്കിലോ വലിയൊരു വില്ലനായി മാറിയിരുന്നു. ഏത് മകന് വേണ്ടിയിട്ടാണോ താൻ എല്ലാ കാര്യങ്ങളും ചെയ്യാനായി ഒരുങ്ങിയത്, ആ മകൻ കാരണം ഗ്രാമവാസികളെല്ലാം കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നത് ജയന്തി അമ്മയ്ക്ക് മനസ്സിലായി. ജയന്തി അമ്മ ലെനിനെ കാണുവാൻ വേണ്ടിയിട്ട് ജയിലിലേക്ക് വരികയും എല്ലാ കാര്യങ്ങളും ലെനിനോട് ഏറ്റുപറയുകയും മാപ്പ് പറഞ്ഞ് കരയുകയും ചെയ്തു. ജയന്തിയമ്മ വഴി എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയാണ് ലെനിൻ ഇപ്പോൾ വന്നിരിക്കുന്നത്. എന്നാൽ ഒരു ഘട്ടത്തിൽ ലെനിന് കണ്ണിന് കാഴ്ചയില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലായി. വസന്തും അവിടേക്ക് വരികയാണ്. ലെനിനാണെങ്കിലോ ജയിലിൽ വെച്ച് തന്നെ സെൻസ് ചെയ്യുവാനുള്ള കാര്യങ്ങളെല്ലാം പഠിച്ചിരുന്നു. ഒരു തുള്ളി വെള്ളം തറയിൽ വീണാൽ വരെ അത് സെൻസ് ചെയ്യുവാനായിട്ടുള്ള പവർ ലെനിനുണ്ട്. അങ്ങനെ അവൻ പ്രാക്ടീസ് ചെയ്തിരുന്നു. പക്ഷെ ഇതൊന്നും ബാക്കിയുള്ളവർക്ക് അറിയില്ലല്ലോ. വസന്തും കൂട്ടരും ലെനിനെ അറ്റാക്ക് ചെയ്യുവാനായി ശ്രമിക്കുന്നു. എന്നാൽ ലെനിനാണെങ്കിൽ തന്റെ കഴിവുകളെല്ലാം വെച്ച് അവരോട് പോരാടി നിൽക്കുകയാണ്. ഒടുവിൽ തന്നെ അറ്റാക്ക് ചെയ്യുവാനായി വന്നവരുടെ എല്ലാവരുടെയും കഥ കഴിക്കുകയും വസന്തിന്റെ കഥ കഴിക്കുകയും ചെയ്യുന്നുണ്ട്. അതേസമയം ലെനിനാണെങ്കിൽ തന്റെ ഭാര്യയെ മുന്നിൽ കാണാൻ കഴിയുന്നു. തന്റെ ഭാര്യയെ ഭാരതിയുടെ ആത്മാവ് അവന്റെ അടുത്തേക്ക് വരികയാണ്. ലെനിൻ പൊട്ടിക്കരയുന്നു. അപ്പോഴേക്കും ഇടിയോടുകൂടി മഴ പെയ്യുകയാണ്. കുറേ നാളുകൾക്ക് ശേഷം മഴ പെയ്തത് കൊണ്ട് തന്നെ ഗ്രാമവാസികൾ എല്ലാവരും ക്ഷേത്രത്തിലേക്ക് ഓടി വരുന്നു. അതോടുകൂടി സിനിമയുടെ കഥ അവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബായ്.